ബേബി പോമോ ബേബിയുടെ പെയിന്റിംഗ് ആണോ? ആണോ? പോമോ കുട്ട അനുബേട്ട അതിൻ്റെ അടുത്ത് നിൽക്കടാ. പോമോ ബേബി എവിടെയാ കുട്ടിയുടെ പെയിന്റിങ്? എവിടെയാ? ആണോ? ആണോ? ഹായ് എവ്രി വൺ. അയാൻ 6 മാസമായിട്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം കുറച്ച് പെയിൻറ്റ് ഒരു ക്യാൻവാസിൽ അവിടെ ഇവിടെയൊക്കെ തേച്ച് വെച്ച് ഒരു സിപ്പ് ലോക്കിൻ്റെ അകത്താക്കിയിട്ട് അവന് കളിക്കാൻ വേണ്ടി കൊടുത്തു. അവൻ അതിനെ അവൻ്റെ കൈ കൊണ്ട് തേച്ച് പരത്തി നല്ല ഭംഗിയുള്ള ഒരു കുഞ്ഞ് പെയിൻറ്റിങ് ഉണ്ടാക്കിയിട്ടോ. ആ പെയിൻറ്റിങ്ങിനെ നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ലൈബ്രറിയിൽ എക്സിബിഷന് കൊടുത്തതാണ്. ആ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ലൈബ്രറിയിൽ വന്നപ്പോൾ തുടങ്ങി ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. പുസ്തകങ്ങൾ വെറുതെ കാണാൻ തന്നെ അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ലൈബ്രറിയുടെ അകത്ത് വന്നിട്ട് ഇങ്ങനെ കുറേ പുസ്തകങ്ങളൊക്കെ ഇരിക്കുന്ന കണ്ടപ്പോൾ ഒരുപാട് ഹാപ്പിയായി. ഇവിടെ ഒത്തിരി കുട്ടികൾ വരച്ച പെയിൻറ്റിങ്ങുകളുടെ എക്സിബിഷനാണ് നടക്കുന്നത്. ചെറിയ വയസ്സ് തുടങ്ങിയിട്ട് ഒരു 10-15 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഒരുപാട് പെയിൻറ്റിങ്സ് ഉണ്ട് കേട്ടോ. എല്ലാം നല്ല ഭംഗിയുണ്ട് കാണാൻ. നമ്മളെല്ലാ പെയിൻറ്റിങ്ങുകളും കുറേ നേരം കണ്ട് ആസ്വദിച്ച് നടന്നു. അയാനെയും എല്ലാ പെയിൻറ്റിങ്ങും കാണിച്ചു കൊടുത്തു കേട്ടോ. ഹായ് ഹായ് മങ്കുരൻ ഹായ് പറ. അവിടെ കളിക്കുന്നവരെ വായി നോക്ക. പോമോ നോക്കി നോക്കി ബാബു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീടിനടുത്തുള്ള ഒരു പാർക്കിൽ വെറുതെ നടക്കാൻ വേണ്ടി പോയി. അവിടെ ചെറിയൊരു ലേക്കും ഒരു ചെറിയ ട്രെയിലൊക്കെ ഉണ്ട്. കുറച്ച് നേരം അവിടെ ഒന്ന് നടന്ന് ഒരു ഈവനിങ് അവിടെ സ്പെൻഡ് ചെയ്തു. അച്ഛൻ ലീഡിങ് അതുവരെ പോ, സൂക്ഷിച്ചോണേ. ഡക്ക് ഉമ്മ എവിടെയാ? ഡക്ക് ആണോ? ആണോ? ഇവിടെ നിന്നാ മതി. ഡക്കിനെ വിളിച്ചേ. കം ബാക്ക്, കം ബാക്ക്, കം ബാക്ക്, കം ബാക്ക്. അവിടെയൊക്കെ ഇച്ചിരി ചതുപ്പ് പോലെ ഇങ്ങനെ ചെളിയൊക്കെ നിറഞ്ഞു കിടക്കുമായിരുന്നു. അതുകൊണ്ട് നമ്മൾ വെള്ളത്തിലൊന്നും ഇറങ്ങിയില്ല. ദൂരെ നിന്നിട്ട് അയാന് വെള്ളവും ഡക്കിനെയൊക്കെ കാണിച്ചു കൊടുത്തു. അവൻ നടക്കാൻ നമ്മുടെ കൈവിട്ട് നടക്കാനൊക്കെ പഠിച്ചു വരണേ ഉള്ളൂ. കുറച്ചു നേരം ഡക്കിനെയൊക്കെ നോക്കി കണ്ട് ആസ്വദിച്ച് നമ്മളവിടെ ഞാൻ വെച്ചു ബീവറില്ലേ അന്ന് നമ്മൾ കണ്ടായിരുന്നു. ഇത് ഡക്കല്ലേ മങ്കു? എനിക്ക് പച്ച ഡക്കല്ലേ ഇതിന്. ഞാൻ എന്നിട്ട് ഗൂസ് പറഞ്ഞു കൊടുത്തേ. പക്ഷെ ഇതും പറക്കുന്നുണ്ട്, മോളീന്ന് പറക്കുന്നുണ്ട്. ഗൂസ് പറക്കൂലേ? അല്ല ഗൂസ് പറക്കും. ഞാൻ വിചാരിച്ചു ഡക്ക് പറക്കൂലാന്ന്. ആകാശത്ത് കൂടെ പറന്നു വരണേ. അങ്ങനെ ഡക്കും ഗൂസും 2 പക്ഷികളും പറക്കും എന്നുള്ള കാര്യം നമ്മൾ അന്ന് ഡിസ്കസ് ചെയ്ത് മനസ്സിലാക്കിട്ടോ. ഈ പാർക്കിൻ്റെ പേരാണ് ലേക്ക് ബോറൻ. ഇവിടെ ഈ ഒരു പെർട്ടിക്കുലർ സ്ഥലം നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. മരം കൊണ്ടുള്ള ഒരു എന്താ പറയുക, നടന്നു പോകാനുള്ള ഒരു സ്ഥലവും കുറച്ചും കൂടെ വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക് നടന്ന് കയറി കഴിഞ്ഞാൽ അവിടെ ഒരു ഡെക്കും, അവിടെ നിന്ന് നമ്മൾക്ക് സൺസെറ്റൊക്കെ കാണാനുള്ള നല്ല രസമാണ്. നമ്മൾ കുറച്ചു നേരം അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഗൂസിനെ കാണാൻ വേണ്ടി കുറച്ചു നേരം വെയിറ്റ് ചെയ്തു. അങ്ങനെ അയാൻകുട്ടിക്ക് കാണാൻ വേണ്ടി കുറച്ച് ഗൂസ് അടുത്തേക്ക് വന്നിട്ടോ. നമ്മൾ കുറച്ചു നേരം അവരെയും കൂടെ കണ്ടു നിന്നു.
ഓമുനെ കാണാൻ വന്ന പോലെയാണല്ലോ ഈ ചേച്ചി വന്നത്. പോമുക്കുട്ടാ, ദേ ഗൂസ്. ബൈ ബൈ. പോമുക്കുട്ടാ, പോമുക്കുട്ടാ. ടവല് ടവല്. ഓയോ അങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു സൺസെറ്റൊക്കെ കണ്ട് അയാനെ ഡക്കിനെയും ഗൂസിനെയും ഒക്കെ കാണിച്ചു കൊടുത്തു, വെള്ളം കാണിച്ചു കൊടുത്തു. എന്നിട്ട് നമ്മൾ ഇനി വീട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരുക്കത്തിലാണ്. ഓൾറെഡി ഇരുട്ടായി തുടങ്ങി. അപ്പം നമ്മൾ അങ്ങനെ പിച്ച നടന്നു ഇനി വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഇതൊരു മറ്റേ അവാർഡ് പടം പോലെ. എന്താണ് എന്റെ